അങ്ങനെ അമേരിക്ക ഇടപെട്ടു. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചു. താൽക്കാലത്തേക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്ത്യ പാകിസ്ഥാനും രൂപീകൃതമായ അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് കാശ്മീരിനെ ചൊല്ലിയുള്ള ഈ പിടിവലി അല്ലെങ്കിൽ അലശണ്ട. 1947-48 കാലത്ത് തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇതിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടതായിട്ടു. 65 വീണ്ടും യുദ്ധമുണ്ടായി, 71 വീണ്ടും യുദ്ധമുണ്ടായി. 1999 വലിയ യുദ്ധം എന്ന് പറഞ്ഞുകൂടായെങ്കിൽ പോലും പ്രാദേശികമായിട്ട് ആ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം യുദ്ധം നടത്തേണ്ടതായിട്ട് വന്നു. അതിനുശേഷം യുദ്ധമായിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല, യുദ്ധപ്രഖ്യാപനം ഉണ്ടായില്ല. എങ്കിലും ഏറ്റുമുട്ടലുകൾ, അടികൾ, തിരിച്ചടികൾ ഒക്കെ കാശ്മീരിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ഈ മോഡി സർക്കാർ വന്നപ്പോഴും പാകിസ്ഥാനായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ഒരു ശ്രമം പുള്ളി നടത്തി നോക്കിയതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനും ഇത് പരമാവധി രമ്യമാക്കി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഒന്നും വരികത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ഷെരീഫിനെ അറിയിക്കാതെ തന്നെ പാകിസ്ഥാൻ സൈന്യം ഇവിടെ കയറി ഉറിയിൽ വലിയൊരു ഭീകരാക്രമണം നടത്തി. അതിനെ തുടർന്ന് ഇന്ത്യ ഈ നിയന്ത്രണ രേഖ മറികടന്ന് തീവ്രവാദികളെ തിരിച്ചാക്രമിച്ചു. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല, ഇത് ഇന്ത്യക്കാർ ഗുണ്ടടിക്കുന്നതാണ് എന്നാണ്. വീണ്ടും പുൽവാമ ആക്രമണം ഉണ്ടായി 2019. പുൽവാമയ്ക്ക് അതുപോലെ തന്നെ കനത്ത തിരിച്ചടി കൊടുത്തു. അപ്പോഴും ഒരു സ്ഥലത്ത് മാത്രമേ ഈ പ്രത്യാക്രമണം ഉണ്ടായിട്ടുള്ളൂ, അത് ബാലാക്കോട്ടിൽ മാത്രമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഈ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് നമ്മുടെ ആക്രമണം റിലീസായി. എല്ലായിടത്തും ഇത് ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. ഇത്തവണ പാകിസ്ഥാൻ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടില്ല, ഇന്ത്യക്കാർ ഗുണ്ടടിക്കുന്നതാണ് എന്ന് പറയാൻ പറ്റിയില്ല. അതിൽ നിന്ന് തന്നെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. കുറച്ചധികം ആളുകൾ മരിച്ചു എന്നുള്ളതും സത്യമാണ്. സാധാരണ കോൺഗ്രസ്സുകാർ ഇങ്ങനെയുള്ള ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ തെളിവ് ചോദിക്കാറുണ്ട്. കാരണം ഈ പാർട്ടിയെ നയിക്കുന്ന ആളുകൾക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ് ഈ സൈനിക ആക്രമണത്തിൻ്റെ തെളിവ് ചോദിക്കുന്നത്. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ ആക്രമണം നടത്താൻ വാർത്ത പുറത്തു വിട്ടപ്പോൾ തന്നെ അതിൻ്റെ തെളിവും പുറത്തു. ഇന്ത്യൻ വിമാനങ്ങൾ അവിടെ പോകുന്നു, ബോംബിടുന്നത്, ചില പ്രത്യേക പ്രദേശങ്ങളൊക്കെ കത്തുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാവരും വളരെ പെട്ടെന്ന് ദേശാഭിമാനികളായിട്ട് മാറുകയും ഇന്ത്യൻ സൈന്യത്തിനും സർക്കാരിനും പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ അവർ അടുത്ത തന്ത്രം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യുദ്ധം എവിടെയെങ്കിലും വെച്ച് നിർത്തുമല്ലോ എന്ന് വിചാരിച്ച്. ഏതായാലും അതൊരു യുദ്ധത്തിലേക്ക് വളർന്നില്ല. രണ്ട് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയുടെ വക്ക് വരെ എത്തി. പാകിസ്ഥാൻ അവിടെ നിന്ന് ചില ഡ്രോണുകളൊക്കെ ഇങ്ങോട്ട് അയച്ചു. ഇന്ത്യ അതൊക്കെ നിർവീര്യമാക്കി എന്ന് പറയും. ഏതായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യ അങ്ങോട്ട് നടത്തിയ പോലുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചുള്ള മാന്യമായിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു ചെറിയ വിഷയത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു കഥയുമില്ല. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നിന്ന് രഘുനാഥ് നായർ എന്നോ മറ്റു പേരുള്ള ഒരു പഴയ പട്ടാള ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത് കേട്ടു, അമേരിക്ക പറയുന്നത് കേട്ട് യുദ്ധം നിർത്താനാണെങ്കിൽ പിന്നെ എന്തിനു യുദ്ധം തുടങ്ങിയത്? എന്നാൽ പിന്നെ NSS ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ട് യുദ്ധം തുടങ്ങി. പെരുന്നേലെ പോപ്പ് പറയുന്നതനുസരിച്ച് യുദ്ധം നിർത്തുകയും ചെയ്യാം. ഈ നായരേക്കാരെ പട്ടാളത്തിൽ ചേർത്തത് എനിക്ക് മനസ്സിലാവില്ല. ഇയാൾ ആരാണ് അയാളുടെ വിചാരം? യുദ്ധം തുടങ്ങാനും യുദ്ധം നിർത്താനൊക്കെ വേറെ ആൾക്കാരുണ്ട്, അവരത് ചെയ്തോളും. അത് ഇവിടെ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു എന്നുള്ള കാരണത്താൽ വീട്ടിലിരിക്കുന്ന നായന്മാർ തീരുമാനിക്കേണ്ട കാര്യമല്ലേ ഇത്? നല്ല കാര്യമല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ നിർത്തണം. അത് പണ്ടുള്ള നാട്ടുകിടപ്പാണ്. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഗംഭീര യുദ്ധം എങ്ങനെ അവസാനിച്ചത് നായർക്ക് അറിയാമോന്നും എനിക്കറിയില്ല, ഇത് കാണുന്നവർക്ക് അറിയാമോന്നും എനിക്കറിയില്ല. സോവിയറ്റ് യൂണിയൻ കയ്യിൽ പിടിച്ച് ഒപ്പിടിക്കുന്നത് ജനറൽ അയൂബ് ഖാനെ കൊണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊണ്ടും. നമ്മളന്ന് ചേരിചേരാ നയക്കാരാണ്. പാകിസ്ഥാനാണെങ്കിൽ അമേരിക്കയുടെ സാറ്റലൈറ്റ് കൺട്രിമാർ. ആ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കക്കാരും വന്നില്ല, ചൈനക്കാരും വന്നില്ല, ആരും വന്നില്ല. സോവിയറ്റ് യൂണിയൻ പിടിച്ച പിടിയാലെ താഷ്കൻറ്റ് കരാർ ഒപ്പിടിക്കുകയും ചെയ്തു. അന്ന് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യുദ്ധം തീരില്ല. യുദ്ധം അവസാനിച്ചാൽ അങ്ങനെയാണ്. അതിൻ്റെ കണ്ടീഷനൊക്കെ രണ്ടുപേർക്കും സ്വീകാര്യമായിരുന്നില്ല. സോവിയറ്റ് യൂണിയൻ പറഞ്ഞ വ്യവസ്ഥ പാകിസ്ഥാന് സ്വീകാര്യമായിരുന്നില്ല, ഇന്ത്യക്ക് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഒരു വലിയ സൈനിക ശക്തി ആയതുകൊണ്ട്, ലോക മഹാശക്തി ആയതുകൊണ്ട്, അവിടെ വെച്ചാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞ വ്യവസ്ഥകൾ അംഗീകരിച്ചാണ് യുദ്ധം തീർത്തിയത്. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ശക്തിയൊന്നും നമുക്കില്ല, പാകിസ്ഥാനും ഇല്ല. അപ്പോൾ അമേരിക്ക യുദ്ധം നിർത്താൻ പറഞ്ഞ് ഏത് നിലയ്ക്ക് ബുദ്ധിയായി. ഇന്ത്യ വെടിനിർത്താനുള്ള തീരുമാനം ബുദ്ധിപൂർവമാണ് എന്ന് പറഞ്ഞത് പി ചിദംബരമാണ്. ചിദംബരം ബുദ്ധിയില്ലാത്ത ആളല്ലോ. ഏതായാലും മാതൃഭൂമി ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്ന രഘുനാഥ് നായരെക്കാളൊക്കെ വിവരം വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ചിദംബരത്തിനുണ്ട്, ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് ഇത് വലിച്ചു നീട്ടി ആഗോള പ്രശ്നമാക്കി
നമ്മുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്, നമുക്ക് കുറേ യുദ്ധവിമാനങ്ങളുണ്ട്, ടാങ്കുകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ അത് വലിയ അപകടത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ. യുദ്ധത്തിൻ്റെ വില വളരെ കൂടുതലാണ്. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കളയും. സമ്പദ് വ്യവസ്ഥ പപ്പടമായി പോകും. അതിന് ഒപ്പം തന്നെ ഇതിൻ്റെ മൂലധനം മുഴുവൻ അവിടെ ചിലവാക്കേണ്ടതായിട്ട് വരും. വ്യാവസായിക പുരോഗതി, കാർഷിക പുരോഗതി ഒക്കെ കുഴപ്പത്തിലാവും. അപ്പോൾ ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്ന ആൾക്കാർക്ക് പല വിവരക്കേടും വിളിച്ചു പറയാം, ആരും ചോദിക്കില്ല. അയാളുടെ അഭിപ്രായം പിന്നീട് ലോകത്തിൻ്റെ അഭിപ്രായമായിട്ട് ഇവിടെ ചില പന്നന്മാർ കൊണ്ടെടുക്കുക ചെയ്യും. പക്ഷേ സത്യം ഇതാണ്, ഈ ഏറ്റുമുട്ടൽ ഏറ്റവും പെട്ടെന്ന് തീർക്കേണ്ടതായിരുന്നു, ഏറ്റവും പെട്ടെന്ന് തീരുകയും ചെയ്തു. അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. അതിൽ സന്തോഷിക്കുക അല്ലാതെ നമ്മൾ യുദ്ധം ചെയ്ത് പാകിസ്ഥാൻ പിടിച്ചെടുക്കണം, പാകിസ്ഥാനെ മൂന്നാക്കി വിഭജിക്കണം, ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കണം, ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന ഈ പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മൂഢസ്വർഗം എന്ന് പറയും, ഫൂൾസ് പാരഡൈസ്. അവിടെ ജീവിക്കുന്ന ചില കുരങ്ങന്മാരും കൊജ്ഞാണന്മാരുമാണ് ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇതോടെ നന്നായി എന്ന് ആരെങ്കിലും വിചാരിക്കണ്ടോ? ഒരിക്കലും നന്നായി അങ്ങനെ വിചാരിക്കണ്ട. പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ തായ്വേരറുത്തു എന്ന് കരുതണോ? ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. കാരണം പാകിസ്ഥാനിലെ ഏതാണ്ട് 99% ആൾക്കാർ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഭീകരന്മാരാണ്. അവരെല്ലാവരും ആഗ്രഹിക്കുന്ന ഇന്ത്യയുടെ നാശമാണ്. ഇന്ത്യ എന്ന് വെച്ച് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതിൽ നശിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അവരുടെ പാക് അധിനിവേശ കാശ്മീർ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പറ്റില്ല. എന്ന് വെച്ച് ജമ്മു കാശ്മീർ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നം ഏത് കാലത്തും ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കും. വരും തലമുറകൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനും പരിഹാരം ആലോചിക്കാനും ഒക്കെ അവസരം കിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെടി നിർത്തിയത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പിന്നെ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല. ഇന്ത്യയുടെ സായുധ ശക്തി എത്രയാണെന്ന് പാകിസ്ഥാന് മനസ്സിലായി. പാകിസ്ഥാനുമായിട്ട് നീണ്ടു നിൽക്കുന്നൊരു യുദ്ധം ചെയ്താൽ എന്താ അപകടം സംഭവിക്കും എന്ന കാര്യം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് അവസാനിച്ചു. ഏതായാലും സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.